2024 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സീരീസാണ് ദ ഡേ ഓഫ് ദ ജാക്കാൾ. 1971 പുറത്തിറങ്ങിയ ഇതേ പേരിലുള്ള ബുക്കിനെ ബേസ് ചെയ്താണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ, ദ ജാക്കാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള അസാസിൻ ജർമ്മൻ പൊളിറ്റീഷ്യനായ മാൻഫ്രഡ് ഫെസ്റ്റിൻ്റെ മകൻ ഏലിയാസ് ഫെസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. തൻ്റെ മകനെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുന്ന മാൻഫ്രഡ് ഫെസ്റ്റിനെ ജാക്കാൾ അസാസിനേറ്റ് ചെയ്യുന്നു. ഇന്നേ വരെ ആരും ചെയ്തിട്ടില്ലാത്ത റെക്കോർഡ് ഡിസ്റ്റൻസിൽ നിന്ന് ജാക്കാൾ മാൻഫ്രഡിനെ അസാസിനേറ്റ് ചെയ്യുന്നു. ജാക്കാൾ ഇരുന്ന സ്പോട്ട് മാൻഫ്രഡിൻ്റെ സെക്യൂരിറ്റി ഓഫീസർ കാണുന്നു. അങ്ങോട്ടേക്ക് പോലീസിനെ വിടുന്നു. ജാക്കാൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും ജാക്കാൾ സെറ്റ് ചെയ്ത ബോംബ് പൊട്ടുന്നു. എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നു. ലണ്ടനിലുള്ള MI6 ഓഫീസിൽ ഈ ന്യൂസിനെ പറ്റി ചർച്ച ചെയ്യുന്നു. ഫയർ ആംസ് സ്പെഷ്യലിസ്റ്റായ ബിയങ്ക അസാസിൻ ഉപയോഗിച്ച സ്നൈപ്പർ അവൻ കൊണ്ടുപോകുന്ന ബാഗാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ബാഗ് നിർമ്മിക്കാൻ കഴിവുള്ള ഒരാൾ അയർലൻഡിലുള്ള നോർമൻ സ്റ്റോക്കാണെന്ന് ബിയങ്ക പറയുന്നു. ജാക്കാളിന് 10 മില്യൻ്റെ ഒരു പുതിയ ജോബ് വരുന്നു. അവൻ കോണ്ടാക്ട് ചെയ്ത ആളെ നേരിട്ട് കാണാൻ സമ്മതിക്കുന്നു. ബിയങ്ക ഇതേ സമയം നോർമൻ സ്റ്റോക്കിനെ കണ്ടുപിടിക്കാൻ തൻ്റെ പഴയ ഇൻഫോർമറായ അലിസണിനെ കാണുന്നു. അലിസൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരനാണ് നോർമൻ സ്റ്റോക്ക്. തനിക്ക് അവൻ്റെ നമ്പർ എടുത്തു തരണമെന്ന് ബിയങ്ക പറയുന്നു. പക്ഷേ തൻ്റെ ഭർത്താവിനെ പേടിയുള്ള അലിസൺ അതിന് സമ്മതിക്കുന്നില്ല. ജാക്കാൾ തൻ്റെ പുതിയ കോൺട്രാക്ടറിനെ കാണുന്നു. ടാർഗറ്റ് ബില്യണയർ ആയ ഉള്ളേ ഡാസ് ചാൾസ് ആണെന്ന് മനസ്സിലാക്കുന്നു. അത്രയും ഹൈ പ്രൊഫൈലുള്ള ആളെ കൊല്ലാൻ 10 മില്യന് പകരം $100 മില്യൺ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നു. ജാക്കാൾ സ്പെയിനിലുള്ള തൻ്റെ ഭാര്യയെയും മകനെയും കാണാൻ എത്തുന്നു. തൻ്റെ മുൻപത്തെ ജോബിന് കിട്ടാൻ ബാക്കിയുള്ള തുക തരാതെ ജാക്കാളിനെ ജോലിയേൽപ്പിച്ച ആൾ പറ്റിക്കുന്നു. ഇതേ സമയം ബിയങ്ക അലിസണിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടാൻ അവരുടെ മകളെ കസ്റ്റഡിയിലെടുക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ പെൺകുട്ടിക്ക് കസ്റ്റഡിയിൽ വെച്ച് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു.